കോടികളുടെ ആസ്തി, അങ്കമാലിയിലും ചെന്നൈയിലും വീടുകൾ, ബാംഗ്ലൂരും തിരുവനന്തപുരത്തും ഫ്ളാറ്റുകൾ. എളിമ വിടാതെ ജയറാം. രാംരാജിൽ നിന്ന് മറ്റു 4 ബ്രാൻഡുകളിൽ നിന്നുമുള്ള എൻഡോഴ്സ്മെന്റ് ഫീ ഉൾപ്പെടെ പ്രതിവർഷം ഏകദേശം 3.5 കോടിയാണ് അദ്ദേഹത്തിന്റെ വരുമാനം. നിലവിൽ സിനിമകളിൽ നിന്നും അദ്ദേഹം 1 കോടിക്കടുത്താണ് പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹം നടക്കുന്നത്. അത്യന്തം ആഡംബരപൂർവ്വം നടന്ന വിവാഹത്തിൽ നിരവധി താരങ്ങളാണ് പങ്കെടുക്കാൻ എത്തിയത്. പ്രീ വെഡിംഗ് പാർട്ടിയും വിവാഹവും മുതൽ പോസ്റ്റ് വെഡിംഗ് റിസപ്ഷൻ വരെ കെങ്കേമമായിട്ടാണ് ചടങ്ങുകൾ നടന്നത്. ഗുരുവായൂരിൽ വെച്ച് താലികെട്ട്, തൃശൂരിൽ വെച്ച് നടന്ന വിവാഹ റിസപ്ഷനിൽ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ബോൾഗാട്ടി പാലസിൽ വെച്ചും റിസപ്ഷൻ നടന്നു. മമ്മൂട്ടിയും ശോഭനയും യൂസഫ് അലിയും എന്നുവേണ്ട സമൂഹത്തിൽ ഉന്നതരായ നിരവധി താരങ്ങളാണ് ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയത്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് എന്ന് മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ജയറാം മകളുടെ വിവാഹത്തിലും ആ സിംപ്ലിസിറ്റി നിറച്ചിരുന്നു. ആഡംബരത്തിന് കുറവില്ലായിരുന്നുവെങ്കിലും വലിച്ചുവാരി ആഭരണം അണിഞ്ഞല്ല ചക്കി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ഡയമണ്ടിന്റെയും ഗോൾഡിന്റെയും ഒക്കെ ആഭരണങ്ങളിൽ ഒറ്റ ഹെവി പീസ് ഐറ്റം മാത്രമായിരുന്നു മാളവിക അണിഞ്ഞത്. ആക്സസറീസിന്റെ കാര്യത്തിൽ വളരെയധികം മിതത്വം പാലിക്കാൻ മാളവിക ശ്രമിച്ചിട്ടുണ്ട്. 2 മാലകൾ ഒരുമിച്ച് സ്റ്റൈൽ ചെയ്തത് ഒരു ഹെവി ചോക്കറിന്റെ ലുക്കാണ് മാളവികയുടെ ശ്രദ്ധിക്കപ്പെട്ട ആക്സസറി. ഒപ്പം പാദത്തിൽ കൊലുസായി അണിഞ്ഞ ആക്സസറിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ചടങ്ങിൽ അങ്ങോളം ആ കുടുംബത്തിന്റെ ഐക്യം, സ്നേഹമൊക്കെ നിഴലിച്ചു നിന്നു. മക്കൾക്ക് അച്ഛനമ്മമാർ എന്ന നിലയിൽ ജയറാമും പാർവതിയും നൽകുന്ന സ്പേസും തിരികെ മക്കൾ എന്ന നിലയിൽ ചക്കിയും കണ്ണനും നൽകുന്ന ബഹുമാനവും സ്നേഹവുമെല്ലാം ഈ വിവാഹത്തിന്റെ എടുത്തു പറയേണ്ട സംഗതിയാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. കോടികളുടെ ആസ്തിയുണ്ട് ജയറാമിന് മാത്രമായി. പിന്നെ പാർവതിയും കാളിദാസും സമ്പാദിച്ചത് വേറെയും. വേണമെങ്കിൽ മകളെ പൊന്നുകൊണ്ട് മൂടി വിവാഹ പന്തലിലേക്ക് എത്തിക്കാമായിരുന്നു ഇവർക്ക്. എന്നാൽ അധികം ആഭരണങ്ങൾ അണിയാതെയാണ് ചക്കി മണ്ഡപത്തിലും വിവാഹ റിസപ്ഷൻ വേദിയിലും എത്തിയത്. തീർത്തും മാതൃകാപരമായിരുന്നു വിവാഹം. ഇപ്പോൾ ചർച്ചയാകുന്നത് ജയറാമിന്റെ ആസ്തിയെ കുറിച്ചാണ്. കോടികളുടെ ആസ്തി ഉണ്ടാകും കുടുംബത്തിന് എന്നാണ് പൊതുവെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ജയറാമിന്റെ പേരിൽ നിരവധി പ്രോപ്പർട്ടികളുണ്ട്. കേരളത്തിൽ അങ്കമാലിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ വീടും പ്രോപ്പർട്ടിയും ജയറാമിന്റെ പേരിലുണ്ട്. ഇന്ന് ഏകദേശം 7 കോടിക്ക് മുകളിൽ ഇതിന് വിലയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചെന്നൈയിലെ വത്സർവാക്കത്തിനടുത്തുള്ള ലക്ഷ്മി നഗറിൽ യഥാക്രമം 4-6 കോടി വില മതിക്കുന്ന മറ്റൊരു വീട്. തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും 2 ഫ്ളാറ്റുകളും ജയറാമിന്റെ കുടുംബത്തിനുണ്ട്. എന്നാൽ 2018 കൊച്ചിയിലെ ഫാം ഹൗസ് ഉൾപ്പെടെയുള്ള തന്റെ ബാക്കി സ്വത്തുക്കൾ ജയറാം വിറ്റുവെന്നും വാർത്തയുണ്ട്.